ഈ ശ്രീലേഖ തുടങ്ങി വെച്ച തിരുവനന്തപുരത്തെ കെട്ടിട വിവാദത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം വലിയ അതൃപ്തിയിലാണ്. ഓഫീസ് വിവാദത്തിൽ ഇടപെടേണ്ട തൽക്കാലം എന്നതാണ് തീരുമാനം. പാർട്ടിയോട് ആലോചിക്കാതെ ഇത്തരത്തിൽ തീരുമാനമെടുത്ത് വിവാദമുണ്ടാക്കിയെന്നും പ്രശ്നം കോർപ്പറേഷനെയും വെട്ടിലാക്കിയെന്നുമാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. എം.എൽ.എ. ഓഫീസ് വിവാദത്തിൽ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്ന് മേയർ വി. രാജേഷ് പ്രതികരിച്ചു. കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് വി. രാജേഷ് പറഞ്ഞത്. നിയമപരമായിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായുള്ള കാര്യങ്ങളിലല്ല. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ കരാർ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയാം. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു, അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരിമോഹൻ, ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വിവാദമൊന്നും നേതൃത്വം ഏറ്റെടുത്തതായി കാണുന്നില്ല. വി. രാജേഷ് ആണെങ്കിൽ, മേയർ ആണെങ്കിൽ പോലും അത് കരുതലോടെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ശ്രീലേഖ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഈ തലസ്ഥാനത്തെ വിജയത്തിന്റെ ഒരു ശോഭ കെടുത്തി ഈ വിവാദം എന്നാണോ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും വിനീത, അത് ഒന്നല്ല, പലതവണയായി ശ്രീലേഖ ബി.ജെ.പി. നേതൃത്വത്തിലെ വെട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. കാരണം ഈ മേയർ സ്ഥാനാർത്ഥിയൊക്കെയായി മുന്നോട്ട് വെച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ സംസ്ഥാന നേതൃത്വം അനൌദ്യോഗികമായി നൽകിയിരുന്ന ഒരു വ്യക്തി ഒടുവിൽ അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ അവരെ പരമാവധി അനുനയിപ്പിച്ചുകൊണ്ട് വളരെ സജീവമാക്കി നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് സംസ്ഥാന നേതൃത്വം വളരെ ആത്മാർത്ഥമായി നടത്തിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നേതാക്കളൊക്കെ നിരന്തരമായി വീട്ടിൽ പോയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ അതിനുശേഷം ശ്രീലേഖ നടത്തുന്ന ഇടപെടലുകൾ അല്ലെങ്കിൽ നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ നേതൃത്വത്തിന് തിരിച്ചടിയാവുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ ഓഫീസ് കെട്ടിടത്തിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം. ആ വിവാദം എടുത്തു ചാടിക്കൊണ്ട് അനവസരത്തിൽ ആലോചിക്കാതെ നടത്തിയ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം കൃത്യമായി നിയമപരമായി നിലനിൽക്കാത്ത, സാങ്കേതികമായി നിലനിൽക്കാത്ത ഒരു വിഷയത്തിൽ ഒരു കൂടിയാലോചന നടത്താതെ ഇത്തരത്തിൽ പെരുമാറുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അധികാരത്തിൽ കയറിയ ഉടൻ തന്നെ കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് തന്നെയാണ് നേതൃത്വം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മേയറായിട്ടുള്ള വി. രാജേഷ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താതെ, അല്ലെങ്കിൽ CPM-നെയോ അല്ലെങ്കിൽ വി.കെ. പ്രശാന്തിനെയോ ആക്രമിച്ചുകൊണ്ടൊരു പ്രതികരണം നടത്താതെ മുന്നോട്ട് പോകുന്നത്. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നടപടികളിലേക്കൊക്കെ തന്നെ ബി.ജെ.പി. കടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോർപ്പറേഷൻ കടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ വിഷയത്തിൽ വി.കെ. പ്രശാന്തിനെ തള്ളി പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആ ഓഫീസ് ഒഴിപ്പിക്കും എന്നുള്ളതടക്കമുള്ള പരാമർശങ്ങൾ നടത്താനോ ശ്രീലേഖയ്ക്ക് പരസ്യമായിട്ടുള്ള ഒരു വലിയ പിന്തുണ നൽകാനോ ഒന്നും തന്നെ ഇതുവരെ കോർപ്പറേഷനോ ബി.ജെ.പി. നേതൃത്വമോ മേയർ വി. രാജേഷോ തയ്യാറായിട്ടില്ല. കെട്ടിടം ഒഴിപ്പിക്കുമെന്നുള്ള അല്ലെങ്കിൽ ഓഫീസ് ഒഴിപ്പിക്കുമെന്നുള്ള കാര്യം തങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ നിയമപരമായ സാധ്യതകൾ തേടുകയാണ്. അതിന്റെ വാടക കരാർ പരിശോധിക്കും, എത്രയാണ് വാടക എന്നതടക്കം പരിശോധിക്കും. തുടർന്നായിരിക്കും മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കുക എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന സമയത്തൊക്കെ തന്നെ വി. രാജേഷ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ, ആശയവിനിമയങ്ങളൊക്കെ തന്നെയാണ് ശ്രീലേഖയും പ്രശാന്തും കൂടി നടത്തിയത്. അതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. അതൊരു രാഷ്ട്രീയ വിഷയമാക്കി കാണേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതൊരു വിഷയം. ഇതിനു മുൻപ് തന്നെ 2 വട്ടം ബി.ജെ.പി. നേതൃത്വത്തിലെ വെട്ടിലാക്കിയിട്ടുണ്ട് ശ്രീലേഖ എന്നുള്ളതാണ്. ആദ്യം ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും 2 സമയങ്ങളായി സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് അത് പൂർത്തിയാകുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാവുകയും അതൊരു വിവാദമായി മാറുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കടുത്ത അതൃപ്തിയിൽ തന്നെ നേതൃത്വം തുടരുകയാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിനീത, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വി.കെ. പ്രശാന്ത് എം.എൽ.എ